ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 60. യൂദാസിനെ ശിഷ്യനായി സ്വീകരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സമയം ഈശോ ഗത്സമേൻ തോട്ടത്തിൽ ധ്യാനനിരതനായിരിക്കുന്നു. ഒലിവ് മരങ്ങളുടെ ഇടയിൽ കൂടി ഒരാൾ വരുന്നു. മഞ്ഞയും ഇളം ചുവപ്പും കലർന്ന നിറത്തിൽ അരികിൽ ചിത്രപ്പണി ചെയ്ത മേലങ്കി ജനശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ഈശോയെ കണ്ടെത്തിയപ്പോൾ ഗുരോ സ്വസ്തി എന്ന് പറയുന്നു. ഈശോ തിരിഞ്ഞു നോക്കി. അത് യൂദാസ് കറിയോത്തായാണ്. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഞാൻ അങ്ങയുടെ കൂടെ വരുന്നുണ്ട്. വരൂ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അവർ ഒലിവ് തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നത് മാനുഷികമായ പരിഗണനകൾ വെച്ചുകൊണ്ടാണ്. ഞാൻ വന്നിട്ടുള്ളത് നീ വിചാരിക്കുന്നത് പോലുള്ള ലക്ഷ്യങ്ങൾ നേടാനല്ല. യൂദായുടെ രാജാവായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആൾ അങ്ങ് തന്നെയല്ലേ? യൂദാസേ, എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ വ്യാപ്തിയിൽപ്പെട്ടതല്ല. ഈ സത്യം നീ മനസ്സിലാക്കണം. ഞാൻ ഏറെ പേരെ നിരാശപ്പെടുത്താൻ പോവുകയാണ്. നീ അതിലൊരാളാണ്. നിന്റെ മുന്നിൽ നിൽക്കുന്നത് സൗമ്യനും സമാധാനം ആഗ്രഹിക്കുന്നവനും നിർധനനുമായ ഒരാളാണ്. യുദ്ധം ചെയ്യാനോ എൻ്റെ അധികാരം ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശത്രു പിശാച് മാത്രമാണ്. സ്നേഹത്തിൻ്റെ ജ്വാലകൾ കൊണ്ട് പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കുകയും ആത്മാക്കളെ മോചിപ്പിക്കുകയുമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ നിന്നോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു, ഈ ലോകത്തിലെ ധനത്തിനു വേണ്ടി അധ്വാനിക്കരുത്. ഈ ധനം മോഹിക്കരുത്. അനശ്വരമായ ധനത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഞാൻ റോമൻ അധികാരികളെയും നാടടക്കി ഭരിക്കുന്ന അധികാരിവർഗത്തെയും ചെറുത്ത് തോൽപ്പിക്കുമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ അത് മഹാ അബദ്ധമായിരിക്കും. ഞാൻ സംസാരിക്കുമ്പോൾ ഹെറോദേസിനും സീസറിനും സ്വൈര്യമായി ഉറങ്ങാം. ആരുടെയെങ്കിലും ചെങ്കോൽ തട്ടിപ്പറിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ അനശ്വരമായ ചെങ്കോൽ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ എന്നെപ്പോലെ സ്നേഹമയനായ ഒരാൾക്കേ അത് കയ്യിലേന്താൻ കഴിയൂ. നീ പോയി ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. ഗുരു അങ്ങനെ ഉപേക്ഷിക്കുകയാണോ? അങ്ങ് ലോകത്തിൻ്റെ രക്ഷകനാണെങ്കിൽ പാപിയായ എന്നെ, വഴിതെറ്റിപ്പോയ ഒരാളിനെ, നേർവഴിയിൽ നിന്ന് അകന്നുപോയ ഒരു കുരുടനെ അങ്ങ് രക്ഷിക്കാതിരിക്കുമോ? എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ. ഞാൻ അങ്ങയെ പിന്തുടരും, മരണം വരെ പിന്തുടരും. ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പൊയ്ക്കൊള്ളൂ. നാളെ മീൻ വിൽപ്പനക്കാർ കൂടുന്ന കവാടത്തിൽ നമുക്ക് കാണാം. കർത്താവിൻ്റെ കാരുണ്യം നിന്നെ രക്ഷിക്കട്ടെ. ഗുരു, അങ്ങയ്ക്ക് നന്ദി. കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.